നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി നാളിമണി പലഹാരം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ നാലുമണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാനും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലോണം കൊത്തി എറിഞ്ഞ സവോള രണ്ടെണ്ണം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ സവോള ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നിവിടെ പെരുമഴയും അതേപോലെ ഇടി ഉണ്ടായിന്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തപ്പോൾ ചിലതൊക്കെ അതിൽ വിട്ടു പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചാൽ ഞാൻ പറയുന്നത് പോലെ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നല്ലോണം വഴന്ന് വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് വേണ്ടത് മുളകും പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ മുളകും പൊടിയും ചേർത്ത് ഇനി നല്ലതുപോലെ ഇളക്കി ഇത് പച്ചമണം പോകാനും വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരൊറ്റ കിഴങ്ങ്, തോനെ കിഴങ്ങൊന്നും വേണ്ട, ഒരൊറ്റ ചെറിയ കിഴങ്ങ് നല്ലോണം പുഴുങ്ങിയതിൻ്റെ ശേഷം അത് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ കിഴങ്ങ് കൂടി ഇട്ടെടുത്തതിന് ശേഷം അതിലേക്ക് ആ മസാലയൊക്കെ ചേരാനും വേണ്ടി നല്ല പോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. പുഴുങ്ങിയ 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പച്ചക്കുള്ള കോഴിമുട്ട ഇതേപോലെ പൊട്ടിച്ച് ഒഴിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ പുഴുങ്ങിയിട്ട് ഇതേപോലെ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി ആ കോഴിമുട്ടയും ആ മസാലയൊക്കെ ഒരുപോലെ ആവണ രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിപ്പോൾ നല്ലോണം ഇളക്കി നമുക്കൊന്ന് വാങ്ങി വെക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ആ ബ്രെഡ് ഇതേപോലെ തന്നെ അതിൻ്റെ 4 ഭാഗത്തെ കാപ്പി കളർ ഞാൻ അതേപോലെ ഒന്ന് മുറിച്ച് കളഞ്ഞേക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലോണം മുറിച്ച് കഴിഞ്ഞത് കളയുന്ന വേണം എന്നും പറയുന്ന മാറ്റത്തിൻ്റെ സൈഡൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇതിപ്പോൾ തന്നെ ഒന്ന് പച്ച വെള്ളത്തിൽ ഇതേപോലെ വെല്ലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ അമർത്തി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്ക് ആ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് മുറിഞ്ഞ് പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി നമുക്കൊരു ബോൾ പോലെ ആക്കിയെടുക്കണം. ആ മസാല ഉള്ളിലാക്കിയതിന് ശേഷം ആ ബ്രെഡ് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി ഒന്ന് ബോളാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ തന്നെ കൂട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം കയ്യിൽ വെച്ചതിന് ശേഷം നല്ലോണം ഇതേപോലെ ഒന്ന് ഉരുളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ഒരു ഉരുളാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഉരുളാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ നമുക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ലൂസായിട്ട് കലക്കണം. നമ്മൾ ദോശയൊക്കെ ഉണ്ടാണെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് കലക്കുക. അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾ ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കുക, വെല്ലൊന്ന്. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയ ബ്രെഡിൻ്റെ കാപ്പി ഭാഗം പൊടിച്ചെടുത്തത് തന്നെയാണിത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമ്മൾ പൊരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടാണ് പെട്ടെന്ന് പൊരിച്ചെടുക്കുക. ബ്രെഡൊക്കെ ആകുമ്പോൾ നല്ലോണം പെട്ടെന്ന് കളറും ആവുകയും ചെയ്യും, പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 5-6 ഇട്ടിന് ശേഷം ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡ് നിറാകുമ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചു പോകണം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സ്നാക്ക് തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ലൊരു നിറയിക്കട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചു പോരാം. അപ്പോൾ ചെറുതും വലുതൊക്കെ ആണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ നമ്മൾ മുറിച്ചെടുക്കുന്നതിന് അളവ് അനുസരിച്ചേക്കാണ് ബ്രെഡിൻ്റെ ചെറുതും വലുതൊക്കെ ആയി ബോൾസ് കിട്ടുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ ചൂടായ എണ്ണയിലേക്ക് എടുത്തിട്ട് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ള് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിക്കണേ. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിൽ സ്നാക്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതേപോലെ കഴിക്കാനും ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരാം കേട്ടോ.